പൾസർ സുനി ദിലീപിനെതിരായി നൽകിയ മൊഴി പിന്നീട് മാറ്റി. പൾസർ സുനി ആദ്യം ഉന്നയിച്ച സ്ത്രീയിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല എന്നുകൂടി കോടതി കണ്ടെത്തുന്നുണ്ട്. അത് അന്വേഷണത്തിന്റെ വീഴ്ചയാണ് എന്നാണ് കോടതി നിരീക്ഷിക്കുന്നത്. ഇതിൽ മറ്റൊന്ന് ദിലീപിനെ പൂട്ടണമെന്ന വാട്സപ്പ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടതാണ്. ഇതിലെ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ കൂടി കോടതി തള്ളുന്നുണ്ട്. വ്യാജ വാട്സപ്പ് ഗ്രൂപ്പ് നിർമ്മിച്ചത് ദിലീപാണെന്നതിന് തെളിവില്ല. ഷോൺ ജോർജ് അയച്ച സ്ക്രീൻഷോട്ടാണ് പ്രോസിക്യൂഷൻ ഉയർത്തിക്കാട്ടിയത് എന്നുകൂടി എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. 8ാം പ്രതി ദിലീപിന്റെ വാദം. മാത്രമല്ല, ഷോൺ ജോർജിനെ കോടതിയിൽ വിസ്തരിച്ചിട്ടില്ല. സ്ക്രീൻഷോട്ട് ഫോർവേഡ് ചെയ്ത ആളെ വിസ്തരിക്കാത്ത സാഹചര്യത്തിൽ ഈ ഗ്രൂപ്പ്, ഈ വാട്സപ്പ് ഗ്രൂപ്പ്, അതായത് ദിലീപിനെ പൂട്ടണമെന്ന വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് 8ാം പ്രതിയുടെ സഹായത്തോടെയാണ് എന്ന നിഗമനത്തിൽ എത്താൻ കഴിയില്ല എന്നാണ് കോടതി പറയുന്നത്. മാത്രമല്ല, ഒരു സ്ത്രീയെ പറ്റിയുള്ള പരാമർശമാണ്. ദിലീപിലേക്ക് എത്തിയത് പൾസർ സുനിയുടെ കത്ത് വഴിയാണ് എന്നതാണ്. കൊട്ടേഷൻ നൽകിയത് ഒരു സ്ത്രീയാണ് എന്ന് പൾസർ സുനി മൊഴിയും നൽകിയിട്ടുണ്ട്. പക്ഷെ ആരാണ് ആ സ്ത്രീ എന്ന് അന്വേഷിക്കാനോ അത് കണ്ടെത്താനോ കോടതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ്. മറ്റൊന്ന്, ഈ അതിജീവിതയുടെ മോതിരത്തെ പറ്റിയാണ്. ഈ അതിജീവിതയുടെ മോതിരത്തിന്റെ ദൃശ്യം പകർത്തിയെന്ന പ്രോസിക്യൂഷന്റെ വാദം വിശ്വസനീയമല്ല എന്ന് കോടതി പറയുന്നുണ്ട്. ഇരയുടെ തിരിച്ചറിയൽ ഉറപ്പാക്കാനാണ് മോതിരത്തിന്റെ ദൃശ്യം പകർത്തിയതെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ഈ 2017 നവംബർ മാസം 22-ന് സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ മാത്രമാണ് പോലീസ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതെന്ന് കോടതി നിരീക്ഷിക്കുന്നുണ്ട്. 2017 ഏപ്രിൽ 18-ന് നൽകിയ ആദ്യ റിപ്പോർട്ടിൽ ഇത്തരമൊരു കാര്യത്തെപ്പറ്റി പരാമർശമുണ്ടായിരുന്നില്ല. സംഭവം നടന്ന ശേഷം നടി പലതവണ മൊഴി നൽകിയിട്ടും ഈ മോതിരത്തിന്റെ ദൃശ്യം പകർത്തിയ കാര്യവും എവിടെയും പറഞ്ഞിട്ടില്ല. ഈ അതിജീവിതയുടെ ഈ മൗനം ദുരൂഹമാണ് എന്നുകൂടി കോടതി നിരീക്ഷിക്കുന്നുണ്ട്. മോതിരത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയെന്ന വാദം തെളിയിക്കുന്നതിലും പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നുകൂടി കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ദിലീപിന്റെ ഫോണിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട ചില വിവരങ്ങളെ സംബന്ധിച്ചാണ്. ഇത് തെളിവ് നശിപ്പിച്ചു എന്നതായിരുന്നു പ്രോസിക്യൂഷൻ ഉന്നയിച്ച ആരോപണം. ദിലീപിന്റെ കയ്യിലുണ്ടായിരുന്ന തെളിവുകൾ ദിലീപ് മറ്റൊരിടത്തേക്ക് കൊടുത്തുവിടുകയും ആ തെളിവുകൾ നശിപ്പിക്കപ്പെടുകയും ചെയ്തു എന്ന് പ്രോസിക്യൂഷൻ ഒരു ഗൗരവതരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. ആ മൊബൈൽ ഫോൺ, ശ്രുതി, നമുക്ക് തന്നെ അറിയാം, ആ മൊബൈൽ ഫോൺ ഒന്ന് കൊണ്ടുവന്നു തരൂ എന്ന് ഒരു ഘട്ടത്തിൽ പരമോന്നത കോടതി വരെ ദിലീപിനോട് അഭ്യർത്ഥിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അത് 2-3 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ മൊബൈൽ ഫോൺ കൊണ്ടുവരുന്നത്. പക്ഷേ ഈ തിരിച്ചു കൊണ്ടുവന്ന അന്വേഷണ സംഘത്തിന്റെ മുന്നിലേക്ക് ഈ മൊബൈൽ ഫോൺ നൽകുമ്പോഴേക്കും അതിലെ ഡേറ്റകളെല്ലാം മായ്ക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ കോടതി ഇതിൽ നിരീക്ഷിക്കുന്നത് ദിലീപിന്റെ ഫോണിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട ഡേറ്റകൾ കേസുമായി ബന്ധപ്പെട്ടതാണ് എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അങ്ങനെയുള്ള നിരവധിയായ കാര്യങ്ങൾ, വാദങ്ങൾ, 8ാം പ്രതിയായ ദിലീപിന്റെ അഭിഭാഷകൻ ഉന്നയിച്ച വാദങ്ങൾ കോടതി കണ്ണും പൂട്ടി വിശ്വസിക്കുന്നു എന്ന് ഈ വിധിന്യായം വായിക്കുമ്പോൾ നമ്മൾ പറഞ്ഞാൽ അതിൽ ഒരു തെറ്റുമില്ല. കാരണം പ്രോസിക്യൂഷന്റെ വാദങ്ങളെ പ്രോസിക്യൂഷൻ എന്തെല്ലാം വാദങ്ങൾ ഈ കേസ് തെളിയിക്കാൻ വേണ്ടി ഉന്നയിക്കുന്നോ അതൊന്നും ഒരു തെളിവല്ല, അതൊന്നും ഒരു വാദമല്ല. അതുമായി ബന്ധപ്പെട്ട് SIT നടത്തിയതൊന്നും ശരിയായ അന്വേഷണവുമല്ല. SITക്ക് ആ അന്വേഷണത്തിലെല്ലാം വലിയ ഗൗരവതരമായ വീഴ്ചയും വന്നു. അതുകൊണ്ട് ആ അന്വേഷണത്തെ മുഖവിലേക്ക് എടുക്കാൻ കഴിയില്ല. പ്രോസിക്യൂഷന്റെ വാദങ്ങളെ പരിഗണിക്കാൻ കഴിയില്ല. പരിഗണിക്കാൻ കഴിയുന്നത് എപ്പോഴും പ്രതിഭാഗത്തിന്റെ വാദം, അതും 8ാം പ്രതിയായ ദിലീപിന്റെ അഭിഭാഷകൻ പറയുന്ന വാദങ്ങളെ സംബന്ധിച്ചാണ്. ദിലീപിന്റെ അഭിഭാഷകൻ സൂചിപ്പിക്കുന്നത് പ്രധാനമായും 2 കാര്യങ്ങളാണ്. ഒന്ന്, ഗൂഢാലോചനയെ സംബന്ധിച്ച തെളിവാണ്, ഗൂഢാലോചനയെ സംബന്ധിച്ച വാദമാണ്. ഈ കേസിലെ 1ാം പ്രതിയായ പൾസർ സുനിയും 8ാം പ്രതിയായ ദിലീപും തമ്മിൽ ഒരു ഗൂഢാലോചന നടത്തി ബലാത്സംഗത്തിനായി കൊട്ടേഷൻ നൽകിയെന്ന് ആക്ഷേപം പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നു. അങ്ങനെയാണ് ദിലീപിനെ, 8ാം പ്രതിയായ നടൻ ദിലീപിനെ ഈ കേസിലേക്ക് 8ാം പ്രതി ചേർക്കപ്പെടുന്നത്. അത് അനുബന്ധ കുറ്റപത്രം അനുസരിച്ച് പ്രതി ചേർക്കപ്പെടുന്നത്. പക്ഷേ അങ്ങനെ പ്രതി ചേർക്കപ്പെടുമ്പോൾ അത് പ്രതിയാക്കാൻ മതിയായ തെളിവുകളില്ലാതെയാണ് പ്രതി ചേർക്കപ്പെട്ടത്. മാത്രമല്ല, ദിലീപിനെതിരായ തെളിവുകൾ മുഴുവൻ ADGP ആയിരുന്ന B സദ്യയും, അന്വേഷണ മേൽനോട്ടത്തിന് ചുമതലയുണ്ടായിരുന്ന B സദ്യയും അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു M പൗലോസും തമ്മിൽ ഗൂഢാലോചന നടത്തി. ആ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ദിലീപിനെതിരായ തെളിവുകൾ ഫാബ്രിക്കേറ്റ് ചെയ്തത് അല്ലെങ്കിൽ സൃഷ്ടിച്ചത് എന്ന
എന്ന 8ാം പ്രതി ദിലീപിന്റെ അഭിഭാഷകന്റെ വാദം കോടതി അംഗീകരിക്കുകയാണ്, കോടതി ശരിവെക്കുകയാണ്. അതിനപ്പുറത്തേക്ക് അതുമായി ബന്ധപ്പെട്ട് ഈ പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്ന വാദങ്ങളെ പരിഗണിക്കാൻ പോലും കോടതി തയ്യാറാവുന്നില്ല, ഏതെങ്കിലും രീതിയിൽ കേൾക്കാൻ തയ്യാറാവുന്നില്ല. അത്തരം പ്രോസിക്യൂഷന്റെ വാദങ്ങളെയെല്ലാം കോടതി തള്ളുകയുമാണ്.